ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു നോൺ ബുള്ളിഷ് സ്ട്രാറ്റജിയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നില്ല എങ്കിൽ ലാഭം തരുന്ന സ്ട്രാറ്റജി. സ്റ്റോക്കിന് ഒരുപക്ഷെ അവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് താഴോട്ടൊക്കെ പോകാം. താഴോട്ട് പോയാൽ വലിയ ലാഭം ഉണ്ടാവില്ല, പക്ഷെ നഷ്ടം ഉണ്ടാവില്ല. അതായത് അപ്സൈഡ് വിൽ നീഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇഫ് യു ഗോസ് റോങ്. മുകളിലേക്കാണ് സ്റ്റോക്ക് പോകുന്നതെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അല്ല എങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജി വളരെ പെർഫെക്റ്റ് ആണ്. ഡൗൺ സൈഡ് റിസ്ക് പൂർണ്ണമായിട്ടും ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുക? ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുക, ഔട്ട് ഓഫ് ദ മണി. അതോടൊപ്പം അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ ഷോർട്ട് ചെയ്യുക, അറ്റ് ദ മണി കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യുക. അറ്റ് ദ മണി എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ നല്ല റേഞ്ച് നമുക്ക് കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 22,552. അപ്പോൾ അറ്റ് ദ മണി എന്ന് പറയുമ്പോൾ ഒരു 22,500 ഒരു പുട്ട് ഓപ്ഷൻ വിൽക്കുക. അതിനു മുമ്പ് തന്നെ നമുക്കൊരു 22,200 ഒരു ഔട്ട് ഓഫ് ദ മണി ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങാം. ഓപ്ഷൻസ് 22,200 പുട്ട് ഓപ്ഷൻ ബൈ ആണ്. നമുക്കിങ്ങനെ ഒരു ചാർട്ടാണ് കിട്ടുന്നത്, അല്ലെ പ്രോഫിറ്റബിലിറ്റി ചാർട്ടാണ് കിട്ടുന്നത്. 22,500 ഒരു പുട്ട് ഓപ്ഷൻ വിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ഈ രീതിയിലാണ്. താഴേക്ക് പോയാൽ നഷ്ടമാണ് ഇപ്പോൾ കാണുന്നത്. മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോകാം. ലാഭം ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ, 6488. ഇതോടൊപ്പം നമ്മളൊരു കോൾ ഓപ്ഷൻ 22,700 അതായത് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി. ഈ കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ ഒരു ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 22,700 ഷോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 74.15% ആണ്. അതായത് 75%-നടുത്ത് അല്ലെങ്കിൽ 74% വിജയ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പം ഈ പരിചയപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു റേഞ്ചിൽ, അതായത് 22,500 മുതൽ 22,700 വരെയുള്ള ആ ഒരു റേഞ്ചിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ആയിട്ടുള്ള 24,139 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഇത് എക്സ്പയർ ആവുന്നത്. എങ്കിൽ താഴേക്കാണ് പോകുന്നതെങ്കിൽ വളരെ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാൽ നഷ്ടമൊട്ടുമില്ല. മുകളിലേക്ക് പോകുമ്പോൾ നഷ്ടം വരും. മുകളിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന നഷ്ടം നമുക്ക് ആ മുകളിലേക്ക് പോകുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് അത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റുവാനുള്ള സ്ട്രാറ്റജികൾ അന്നേരം ചെയ്യേണ്ടി വരും. അല്ല എങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഒരു നോൺ ബുള്ളിഷ് സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ ചെയ്യാവുന്നതാണ്. വ്യൂ മാറുമ്പോൾ മാത്രമാണ് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരിക. ഒരു പക്ഷേ അവിടെ ഫ്യൂച്ചർ വാങ്ങിയോ അല്ലെങ്കിൽ മറ്റ് ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ വാങ്ങിയിട്ട് ഇതിനെ നമുക്കൊരു അയൺ കോണ്ടറാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ് റിസ്ക് അവിടെ ക്യാപ്പ് ചെയ്യപ്പെടും. ചെറിയ നഷ്ടമാണ് അവിടെ വരാൻ സാധ്യതയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.